നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. സങ്കീർത്തനം 150 വാക്യം 5. കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. നന്നായിട്ട് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിച്ച് കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. സങ്കീർത്തനം 150 5-ന്റെ 2-ാം ഭാഗം പറയും, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. നന്നായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയാ. നമുക്കിരിക്കാം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദേശത്ത് നമ്മുടെ ഈ പാവപ്പെട്ട മക്കളുടെ ഇടയിൽ ദൈവവചനം പ്രഘോഷിക്കാൻ ദൈവം തന്ന അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം കർത്താവ് ഒരുക്കണം. നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സുണ്ടായിട്ട് കാര്യമില്ല. എല്ലാം ദൈവം ഒരുക്കേണ്ടതുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കണം. അതാണ് കർത്താവിൻ്റെ വചനം. റോമാലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. റോമർ 9:16 വചനം പറയുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. പറഞ്ഞേ മനുഷ്യൻ്റെ, ഉറക്കെ പറയണം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നല്ല ഉച്ചത്തിൽ നല്ല ചുണയോടെ പറഞ്ഞേ, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഹല്ലേലൂയാ. അപ്പോൾ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ദയയാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവവചനം പ്രഘോഷിക്കാൻ ദൈവം നമുക്ക് തരുന്ന അവസരം, കർത്താവ് നമുക്ക് തരുന്ന സമയം, ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് വചനം അയക്കുന്നത് ദൈവജനത്തെ വിടുവിക്കാനാണ്. കർത്താവ് വചനം അയക്കുന്നത് ദൈവപ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം ഒരു ദേശത്ത് അവിടുത്തെ വചനം അയക്കുന്നത് എന്തിനാണ് എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അതായത് ദൈവം തൻ്റെ വചനം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് പ്രഭാഷകൻ്റെ പുസ്തകം 42:15. പ്രഭാഷകൻ 42:15 ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കണ്ടോ, കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലോ, കർത്താവിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ നല്ല ഇടിമിന്നൽ പോലെ പറയണം. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കണ്ടോ, അപ്പം കർത്താവ് ഇവിടെ ഈ ഞാണ്ടൂർ കോണത്ത്, അല്ലെങ്കിൽ അയിരൂപ്പാറ, അല്ലെങ്കിൽ കുറ്റ്യാണിയിൽ, അല്ലെങ്കിൽ പോത്തങ്കോട് കർത്താവ് പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ വചനം അയച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം വചനം തരുന്നത്. വചനത്തിലൂടെയാണ് വിടുവിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നിർവഹിക്കപ്പെടുന്നത് വചനത്തിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം അയക്കുന്നത് ദൈവപ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം പ്രവർത്തിക്കുന്നത്, ദൈവശക്തി വെളിപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നടക്കാൻ നമ്മൾ വചനം പറയുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. എന്താണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം? അങ്ങയുടെ ശക്തി പ്രകടമാകാത്തതാണ്. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ആദ്യ നിമിഷങ്ങളിൽ തന്നെ നന്നായിട്ട് ആഗ്രഹിക്കുക, ദൈവമേ അങ്ങയുടെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കണം, അങ്ങൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കണം, എപ്പോഴും അങ്ങ് ഇടപെടണം, എൻ്റെ വഴികൾ ദൈവം തുറന്നു തരണം, എനിക്ക് സമാധാനം തരണം, എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം, പ്രാർത്ഥിക്കാൻ പറ്റണം, ദൈവത്തെ ആരാധിക്കാൻ പറ്റണം, എനിക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് ജീവിക്കണം. കർത്താവേ അങ്ങ് പ്രവർത്തിക്കണം, അങ്ങ് പ്രവർത്തിക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. അതുകൊണ്ട് 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ബൈബിൾ കൊണ്ടുവരണം, നോട്ട്ബുക്ക് കൊണ്ടുവരണം, പേന കൊണ്ടുവരണം, എന്നിട്ട് എഴുതിയെടുക്കണം. കാരണം ഈ വചനം നിങ്ങൾ എഴുതിയെടുത്ത് വായിച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ വരാൻ വേണ്ടി ഇരുന്ന് ഒരു പേപ്പർ പേന എടുത്ത് ഒരു 50 വചനം എഴുതി ഞാൻ വരികയല്ല. മറിച്ച് ഞാൻ എന്നും ചെയ്യുന്നത് പോലെ ബൈബിൾ വായിക്കും, ബൈബിൾ പഠിക്കും, ഒരുങ്ങും, പ്രാർത്ഥിക്കും, എന്നിട്ട് ഞാൻ വരും. എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ ദേശത്തിന് വേണ്ട വചനം ദൈവം തരും. അപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിച്ച് തലേ തരുന്നതാണ് ഞാൻ പെട്ടെന്ന് എടുത്ത് വായിക്കുന്നത്. അപ്പോൾ അത് ഈ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള വചനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതെന്ത് ചെയ്യണം? അത് എഴുതിയെടുക്കണം. എഴുതിയെടുത്ത് നിങ്ങളത് ബൈബിൾ വരയിട്ട് വായിച്ച് പോയാൽ ഈ സമയത്ത് നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവശക്തി വ്യാപരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 68:1 ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. കണ്ടോ? ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. നിങ്ങൾക്കറിയാമോ, കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന സങ്കീർത്തനമാണ് 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. സാത്താനെ ശാസിക്കാൻ സഭ ഔദ്യോഗികമായ എക്സോർസിസം പ്രയർ നടത്തുമ്പോൾ ചൊല്ലുന്ന സങ്കീർത്തനത്തിൻ്റെ വാക്യമാണിത്. കർത്താവേ ഉണർന്നെഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ, ജോഷുവയുടെ നേതൃത്വത്തിൽ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വാഗ്ദാന പേടകം എടുത്തുയർത്തി യാത്ര ആരംഭിക്കുന്ന സമയത്ത് യഹൂദന്മാർ, ഇസ്രായേൽ മക്കൾ ചൊല്ലിയിരുന്ന സങ്കീർത്തനമാണിത്. കർത്താവേ ഉണരണമേ, അവിടുത്തെ ശത്രുക്കൾ പലായനം ചെയ്യട്ടെ. എന്താണ് അവരുടെ യാത്രകളിൽ സംഭവിച്ചത്? അവർ ഈ സങ്കീർത്തനം ചൊല്ലിയപ്പോൾ, അവർ ദൈവത്തിൻ്റെ വചനമേറ്റു പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ പോയ വഴികളിലെല്ലാം ശത്രുക്കൾ പരാജയപ്പെട്ടു. അവർ പോയ വഴികളിലെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നു. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം, ദൈവം ഉണരണമേ. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഉറങ്ങുകയാണോ? ദൈവം ഉറങ്ങല്ല, മറിച്ച് ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തി പ്രകടമാകണമേ. ദൈവമേ എൻ്റെ കുടുംബത്തിൽ അങ്ങയുടെ ശക്തി പ്രകടമാകണമേ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ 68-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്താണ്? ദൈവമേ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയുന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രകടമാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ ആഗ്രഹിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാകണം. ഇത് നിങ്ങൾ ആഗ്രഹിച്ചാൽ ഈ 3 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിട്ട് മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം നടക്കുന്ന ദിവസങ്ങളായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവം വചനം അയക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവം വചനം അയക്കുന്നത് അവിടുത്തെ പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവം അവിടുത്തെ വചനം അയക്കുന്നത് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സുഖപ്പെടുത്താൻ. സങ്കീർത്തനം 107:20. സങ്കീർത്തനം 107:20 എടുത്ത് വായിച്ചേ. സങ്കീർത്തനം 107:20. 107:17 മുതൽ വായിക്കണം. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചില രോഗികളായി തീർന്നു. അവരൊക്കെ വായിച്ചു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി, അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. കണ്ടോ? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി, അവർ എല്ലാ ഭക്ഷണത്തെയും വെറുത്തു, അവർ മൃത്യു കവാടങ്ങളെ, മരണ കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ
അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എങ്ങനെയാണ് ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചത്? അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പം എങ്ങനെയാണ്, കേൾക്കുന്നുണ്ടോ മക്കളെ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളെ വിനാശത്തിൽ നിന്ന് വിടുവിച്ചത്, സുഖപ്പെടുത്തിയത്? അവിടുന്ന് അങ്ങനെയാണ്. അവിടുന്ന് തൻ്റെ വചനം അയച്ച്, ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. കർത്താവേ, വചനം അയക്കണേ എന്നൊന്ന് ആഗ്രഹിച്ച് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാം, ദൈവമേ, അപ്പോൾ ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടത്താൻ വേണ്ടിയിട്ടാണ്. ആ പ്രവൃത്തികളെക്കുറിച്ച് പറയുകയാണ്. അവിടുന്ന് എന്തിനാണ് വചനം അയക്കുന്നത്? നമ്മളെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു വചനം വായിച്ചേ, മത്തായി 8:16. അത് വായിക്കേ, മത്തായി 8:16. വേഗം വായിക്കേ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വചനം അയക്കുന്നതിന് വായിച്ചോ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കിയത് എങ്ങനെയാണ്? വചനം കൊണ്ട്. കണ്ടോ, അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. എല്ലാ അശുദ്ധാത്മാക്കളെയും കർത്താവ് പുറത്താക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ വചനം അയച്ചിട്ടാണ്. കണ്ടോ, നിങ്ങൾക്ക് ബൈബിൾ വായിക്കാൻ മടിയുണ്ടോ? മടിയില്ലേ? കുറച്ച് മടിയുണ്ട് അല്ലേ? എല്ലാവർക്കും വചനം വായിക്കാൻ വലിയ താല്പര്യമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഈ വചനം നമ്മൾ വായിച്ചു തുടങ്ങിയാൽ നമ്മളിൽ നിന്ന് പൈശാചിക പീഡകൾ പുറത്തു പോവും. അത് പിശാചിനറിയാം. വചന ഹൃദയത്തിൽ നിറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. അതുകൊണ്ടാണ് അവൻ വചനം വായിപ്പിക്കാത്തത്, ബൈബിൾ കൈകൊണ്ട് തൊടിക്കാത്തത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇവിടെ പറയുകയാണ്, അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ കൂടി പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്നെ എന്താന്ന് വെച്ചാൽ കർത്താവ് പറയുന്നുണ്ട്, നമ്മൾ ഈ വചനം, ദൈവവചനം കർത്താവ് അയക്കുന്നത് നമുക്ക് ഐശ്വര്യം തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? നിങ്ങളിൽ എത്ര പേർക്ക് വേണം ഐശ്വര്യം? എത്ര പേർക്ക് വേണം? കൈവയ്ക്കുക നോക്കട്ടെ. എത്ര പേർക്ക്? ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ ഓർത്തോണം, ആ ഉത്തരം പറയുന്നത് ആരുടെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഐശ്വര്യം വേണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഐശ്വര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കയ്യാത്തിട്ടിരിക്കുന്നവന് ഒരു കാലത്തും ഐശ്വര്യം ഉണ്ടാവത്തില്ല. കാരണം എന്താണ്? ഐശ്വര്യം വേണ്ടെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ടപ്പെന്ന് പെട്ടെന്ന് ഉത്സാഹത്തോടെ ഉത്തരം പറഞ്ഞോണം. അത് ദൈവം തരും. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവിടുത്തെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടാൽ, ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഐശ്വര്യം കിട്ടും. നിങ്ങളിൽ എത്ര പേർക്ക് ഐശ്വര്യം വേണം? ഒന്ന് കൈവയ്ക്കുകയെ. എത്ര പേർക്ക് ഐശ്വര്യം വേണമെന്ന് നോക്കട്ടെ. ഒരു 98% ആളുകൾക്കും ഐശ്വര്യം വേണമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, വായിച്ചേ. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. സുഭാഷിതം 16:20. സുഭാഷിതം 16:20 വായിക്കാമോ? ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം, ഐശ്വര്യം. മനസ്സിലായോ? ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ വചനം മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അതായത് ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. മനസ്സിലായോ? അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സമ്പത്ത് തരും, ദൈവത്തിൻ്റെ ആശീർവാദം നമുക്ക് ഐശ്വര്യം തരും. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവും. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിച്ചേ. വെളിപാട് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കാമോ? ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവവചനം വായിച്ചാൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവവചനം വായിച്ചാൽ പിന്നെന്താ പറഞ്ഞേ? ബൈബിൾ കൊണ്ടുവരാത്തോണ്ടല്ലേ. ദൈവവചനം വായിച്ചാൽ അത് പിന്നെന്താണ്? കേട്ടാൽ, അതിൽ എഴുതപ്പെട്ടിരുന്നത് പാലിച്ചാൽ എന്താണ് കിട്ടുന്നത്? അനുഗ്രഹം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അത്രയും ഞാൻ പറഞ്ഞത് ആമുഖമായിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? വേദപുസ്തകം കൊണ്ടുവരണം, ബൈബിൾ കൊണ്ടുവരണം,
എന്നിട്ട് ആ ബൈബിള് നിങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് അതെടുത്ത് തുറന്ന് വായിച്ച് ഒരു നോട്ട്ബുക്ക് അല്ലെ പേപ്പറും പേനയും കൊണ്ടുവന്ന് പറയുന്ന വചനങ്ങൾ എഴുതിയെടുത്ത് അങ്ങനെ നമ്മൾ വചനം ശ്രദ്ധിക്കുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാവുന്നത്. നമുക്ക് ആ ദൈവവചനത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് നമ്മളെ സുഖപ്പെടുത്തും, പിശാചുക്കളെ ബഹിഷ്കരിക്കും, ആരോഗ്യം തരും, ഐശ്വര്യം തരും, സമാധാനം തരും. കർത്താവിൻ്റെ കൃപകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിറയും. ഇന്ന് കണ്ണടച്ച കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ദൈവവചനം കേൾക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. ദൈവം സംസാരിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് സാമുവേൽ പറഞ്ഞതുപോലെ വാഗ്ദാന പേടകത്തിനടുത്ത് കിടക്കുമ്പോൾ സാമുവേലിനോട് ദൈവം സംസാരിക്കുമ്പോൾ സാമുവേൽ പറഞ്ഞു, കർത്താവേ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുകയാണ്. ദൈവമേ, അങ്ങ് സംസാരിക്കണമേ. കർത്താവ് എന്നോട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്രയാസങ്ങളിൽ, എൻ്റെ ദുരിതങ്ങളിൽ, എൻ്റെ ബലഹീനതകളിൽ ദൈവമേ അങ്ങ് ഇപ്പോൾ എന്നോട് സംസാരിക്കണമേ. എനിക്ക് ആവശ്യമുള്ള വചനം ഇപ്പോൾ അവിടുന്ന് അയച്ചു തരണമേ. എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുള്ള ബോധ്യങ്ങൾ, വെളിപ്പെടുത്തലുകൾ അവിടുന്ന് എനിക്ക് തരണമേ. അവർക്ക് പറയാവോ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായിട്ട് ഉണ്ടാവണം. നമ്മൾ ഈ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ശക്തമായിട്ട് ഉണ്ടാവണം. ഞാൻ നിങ്ങളോട് പറയാൻ ഇന്ന് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന വചനം വിലാപങ്ങളുടെ പുസ്തകം എടുക്കാം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒരു മനോഹരമായ വാക്യം കിടപ്പുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. അതൊന്ന് നിർത്തി ഉച്ചത്തിൽ വായിക്കണം. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വാക്യം. എന്താണ്? വിലാപങ്ങൾ 5:21. ഉറക്കെ വായിക്കണം. എത്രയും ശക്തിയോടെ വായിക്കാം അത്രയും ഉറക്കെ വായിച്ചേ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പരമാവധി സ്വരം ഉയർത്തി നിങ്ങളിത് ഉച്ചത്തിൽ ഏറ്റു പറയണം. ഇതൊരു വളരെ ശക്തമായ വചനമാണ്. ഇസ്രായേലിൻ്റെ നിലവിളിയാണത്. അടിമത്തത്തിൽ കിടന്നൊരു ജനതയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളാണിത്. ആ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കണമേ എന്നൊരു ജനത ഹൃദയം പൊട്ടിക്കരഞ്ഞ നിലവിളിയാണിത്. ആ നിലവിളിക്ക് ദൈവം വേഗം ഉത്തരം കൊടുത്തു. ആ നിലവിളിക്ക് ദൈവം പരിഹാരം കൊടുത്തു. അതുകൊണ്ട് ഇത് ബൈബിളിലെ കേൾക്കപ്പെട്ടൊരു നിലവിളിയാണ്. ഇത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇടപെട്ടു. അതുകൊണ്ട് ഇത് പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും, ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉച്ചത്തിൽ ഇത് പറയാൻ പോവാണ്. നിങ്ങൾ പരമാവധി ഉച്ചത്തിൽ പറയണം. എവിടെയായിരുന്നാലും, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ഇവിടെ പങ്കെടുക്കുന്നവരും ഉറക്കെ പറയണം. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഓ, എന്തോ ഒരു വലിയ വചനമാണ്. ഞാൻ പറഞ്ഞുതരാം ഇതെന്താന്ന്. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് അങ്ങയിലേക്ക് ഞങ്ങളെ തിരിക്കണമേ. ഒന്നുകൂടെ പറയാം. കർത്താവേ, പോരാ ഉറക്കെ പറഞ്ഞേ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. നിങ്ങൾ വിശ്വസിച്ചോ? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയുന്നു, അനേകരുടെ കണ്ണുനീരിൽ ഈ സമയത്ത് കർത്താവ് ഇടപെടുന്നുണ്ട്. അനേകരുടെ കണ്ണുനീരിൽ വിശ്വസിച്ച് ഈ വചനം ഏറ്റു പറഞ്ഞോ. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ഈ വചനമാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ആദ്യത്തേത്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന്. മടങ്ങി എങ്ങോട്ട് വരാൻ? മടങ്ങി എങ്ങോട്ട് വരാനാ? ആ ദൈവത്തിലേക്ക് മടങ്ങി വരാനാണ്. അപ്പം ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ
അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ചേ. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മുന്നോടിയായ, യേശുവിൻ്റെ വരവിന് വേണ്ടി ദേശത്തെ ഒരുക്കിയ, യഹൂദന്മാരെ ഒരുക്കിയ, ലോകത്തെ ഒരുക്കിയ സ്നാപക യോഹന്നാൻ ആ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്? മാനസാന്തരപ്പെടുവിൻ. അല്ലെങ്കിൽ മറ്റൊരു വാക്ക് പറഞ്ഞാൽ മടങ്ങി വരുവിൻ, മാനസാന്തരപ്പെടുവിൻ, അതാണ് പറയുന്നത്. ഇനി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ഈശോയുടെ പ്രസംഗം ആരംഭിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. മത്തായി 4-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അതായത് എനിക്ക് കർത്താവ് ഇന്ന് തന്നിരിക്കുന്ന ഒരു പ്രേരണ, ഒരു അനുഭവം പറയാതെ വചനം മാത്രം പറയണമെന്നാണ്. അതാണ് ഇന്ന് എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയില്ല. മനസ്സിലായോ? ഒരു അനുഭവം പറയില്ല, ഒരു സാക്ഷ്യവും പറയില്ല, ഒരു കഥയും പറയില്ല, വേറൊന്നും പറയില്ല. ഇന്ന് അങ്ങനാണ്. ഇന്നത്തെ റേഡിയോ ട്യൂൺ ചെയ്തിരിക്കുന്ന അങ്ങനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ബൈബിളില്ലാത്തവർക്ക് ഇതിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടുപ്പ് വരും. ബൈബിളില്ലാത്തത് കൊണ്ടാണ്. നാളെ ബൈബിൾ കൊണ്ടുവന്ന് ആ മടുപ്പ് മാറും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ വചനം തന്നെ പറഞ്ഞ് പോകുമ്പോൾ ചില മക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ സംബന്ധിക്കുന്നുണ്ട്. അവർക്ക് ഈ വചനം അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വചനം മാത്രമേ അവരുടെ പ്രശ്നത്തിൽ ഇടപെടൂ. ഞാൻ എന്ത് അനുഭവം പറഞ്ഞാലും, എത്ര പേരുടെ സാക്ഷ്യം പറഞ്ഞാലും അതൊന്നും അവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. അതുകൊണ്ടാണ് ഞാൻ ചില സ്ഥലത്ത് അതിശക്തമായ ചില പൂട്ട് തുറക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വചനം കൊണ്ട് തന്നെ ഒരു 1.5 മണിക്കൂർ അടിക്കാൻ പോവാണ്. അപ്പോൾ എന്നാലേ ചിലത് പൊട്ടത്തുള്ളൂ. അതുകൊണ്ട് ചില ദേശത്ത് ചിലത് ഇറങ്ങണമെങ്കിൽ അതിശക്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഫോഴ്സിൽ അടിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ പറ്റൂ. അപ്പോൾ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും കഥ പറയാനോ സംഭവം പറയാനോ പോയാൽ ഫോഴ്സ് കുറയും. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നിലേക്കും പോകില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ ഞാൻ പറയുന്ന വചനം ശ്രദ്ധിച്ച് പോകണം. അപ്പോൾ നിങ്ങൾ ഈ 3-ാം ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ അങ്ങനെ ദൈവം നമ്മളെ നയിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വായിച്ചോ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. മത്തായി 4:17 വായിച്ചേ. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം ആരംഭിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്ന് പറയുന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ്. മാനസാന്തരപ്പെടുവിൻ എന്നാണ്. ഇനി മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 16-ാം അധ്യായത്തിൽ യേശു അപ്പസ്തോലന്മാരെ അയക്കുന്ന ഭാഗത്ത് നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം വായിക്കാം. മർക്കോസ് 16:14 മുതൽ. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടുമെന്ന് മർക്കോസിൽ പറയുമ്പോൾ മത്തായിയിൽ അത് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വായിക്കാം, കേട്ടോണം. കർത്താവ് പറയാണ്, മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ അവസാനം ഈശോ അന്ത്യകൽപ്പന കൊടുക്കുകയാണ്. മത്തായി 28:16 മുതൽ വായിച്ചോ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. കേട്ടോണം. മർക്കോസിലും മത്തായിയിലും കർത്താവ് പറയാണ്, നിങ്ങളെല്ലാവരോടും പോയി സുവിശേഷം പ്രസംഗിക്കണം. കേൾക്കുന്നുണ്ടോ? ഇത് ശ്രദ്ധിക്കണേ. കർത്താവ് പറയാണ്, മർക്കോസിലും മത്തായിലും പറയുകയാണ്, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇനി ലൂക്കായിൽ വായിക്കുമ്പോഴാണ് എന്ത് സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത് എന്ന് വ്യക്തത കിട്ടുന്നത്. ലൂക്കായുടെ സുവിശേഷം
24 അധ്യായത്തിൻ്റെ ലൂക്ക 24 അധ്യായത്തിൻ്റെ 44, 45, 46, 47 ഇത്രയും വാക്യങ്ങൾ വായിക്കണം. ലൂക്ക 24, 44 മുതൽ 47 വരെ വായിക്കാമോ? അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. ഇനിയുള്ളത് ഉറക്കെ വായിക്കണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്താണ് പ്രഘോഷിക്കപ്പെടേണ്ടത്? പാപമോചനത്തിനുള്ള അനുതാപം. അതായത് സുവിശേഷം അനുതാപത്തിനുള്ള ആഹ്വാനമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സുവിശേഷം എന്നോടും നിങ്ങളോടും പറയുന്നത് എന്താണ്? അനുതപിക്കണം, മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. ഇതാണ് സുവിശേഷ പ്രഘോഷണം. അതാണ് വിലാപങ്ങൾ 5 നമ്മൾ വായിച്ചത്. കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അപ്പോ എന്ത് സുവിശേഷമാണിത്? അഭിവൃദ്ധിയുടെ സുവിശേഷമല്ല, ഐശ്വര്യത്തിൻ്റെ സുവിശേഷമല്ല, കുറെ പൈസ ഉണ്ടാവും എന്ന് പറയുന്ന സുവിശേഷമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തോട്ടങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് പറയുന്ന സുവിശേഷമല്ല. മറിച്ച് ഈ സുവിശേഷം എന്താണ്? നമ്മൾ അനുതപിക്കണം, നമ്മൾ മടങ്ങി വരണം, നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം, നമ്മൾ യേശുവിനെ ആരാധിക്കാൻ തിരിച്ചു വരണം, നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം, ഉപവാസത്തിലേക്ക് മടങ്ങി വരണം, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരണം, വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം, സമാധാനത്തിലേക്ക് മടങ്ങി വരണം. പ്രതിസന്ധികളെല്ലാം ഇല്ലാതായിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക്, ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരിച്ചു വരണം. ഇത് പറയുന്ന വേദിയാണ് സുവിശേഷം. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? പാപമോചനത്തിനുള്ള അനുതാപം ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി അപ്പസ്തോലന്മാര് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവർ എന്താണ് പ്രസംഗിച്ചത്? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 37 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ വായിക്കാമോ? ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത് കേട്ടപ്പോൾ അവരെന്ത് ചെയ്തു? ഇത് കേട്ടപ്പോൾ അവരുടെ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ 38 വായിച്ച്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ പശ്ചാത്തപിക്കും. കണ്ടോ, സുവിശേഷം ആരംഭിക്കുന്നത് ഈ ആഹ്വാനത്തോടു കൂടിയാണ്. എന്താ ചെയ്യേണ്ടത്? പശ്ചാത്തപിക്കണം. എന്നൊക്കെ പറഞ്ഞ മക്കളെ, പശ്ചാത്തപിക്കണം. അപ്പോൾ ഒന്നുകൂടെ വായിച്ചേ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കും നിങ്ങൾക്കും, ഞാനും നിങ്ങളും കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ദൈവം നമ്മളോട് ആദ്യം പറയുന്നത് എന്താ പറയുന്നത്? പശ്ചാത്തപിക്കുവിൻ. കർത്താവ് നമ്മളോട് ആദ്യം പറയുന്നത് പശ്ചാത്തപിക്കുവിൻ. എന്നോട് വായിച്ച അപ്പസ്തോല പ്രവർത്തനം 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അത് കഴിഞ്ഞിട്ട് പൗലോസ് അപ്പസ്തോലൻ്റെ മാനസാന്തരം നമ്മൾ വായിക്കുമ്പോൾ, അപ്പസ്തോലൻ്റെ മാനസാന്തര സമയത്ത് നമ്മൾ കാണുന്നത്, അങ്ങനെ അപ്പസ്തോലനോട്, പൗലോസിനോട് കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്. കർത്താവ് പൗലോസ് മാനസാന്തരപ്പെടുന്ന സമയത്ത്, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം അനനിയാസിൻ്റെ അടുത്ത് ചെന്ന്, അനനിയാസ് അദ്ദേഹത്തെ പൗലോസ് സാവൂളിനെ ജ്ഞാനസ്നാനമൊക്കെ കൊടുത്തതിന് ശേഷം കർത്താവിൻ്റെ നിയോഗം അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നുവെച്ചതി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അനനിയാസ് അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഭാഗമുണ്ട്. അത് നമ്മൾ ഈ അപ്പസ്തോല പ്രവർത്തനം 22 വായിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 22:12 മുതൽ വായിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി, ഇത് ആരെങ്കിലും സുവിശേഷം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അതായത് സാവൂളെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, യഹൂദ മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ, യേശുവിൻ്റെ മാർഗത്തെ നശിപ്പിക്കാൻ വേണ്ടി, യേശുവിൻ്റെ മാർഗത്തെ, ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തീട്ടൂരം വാങ്ങി, അനുമതി പത്രം വാങ്ങി ജെറുസലേമിൽ നിന്ന് ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ ഒരു ഷോക്കടിക്കുന്നത് പോലെ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. അദ്ദേഹത്തെ ആരോ അടിച്ച് താഴെയിട്ടു. അങ്ങനെ താഴെ കിടന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, കർത്താവ് പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ, നസ്രായനായ യേശുവാണ് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരം ഉണ്ടായി. അദ്ദേഹം യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അനനിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു സഭാപിതാവ് വന്നിട്ട്, ഒരു സഭയുടെ നേതാവ് വന്നിട്ട് അദ്ദേഹത്തിന് ജ്ഞാനസ്നാനം കൊടുത്ത് അദ്ദേഹത്തെ കർത്താവിൻ്റെ മകനാക്കി മാറ്റുകയാണ്. ആ സമയത്ത് അനനിയാസ് പറയുന്ന വാചകമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ വായിച്ചോ. 10 മുതൽ. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വച്ച് നിന്നോട് പറയും. പ്രകാശത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. നിങ്ങൾ ഈ ഉദരസംബന്ധമായ രോഗപീഠയുള്ള മക്കളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി വായിച്ചേ. അതായത് 12-ാമത്തെ വാക്യം. അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമമനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ അവന് സാക്ഷിയായിരിക്കും. നീ ഇനി എന്തിന് കാത്തിരിക്കുന്നു? ഉറക്കെ വായിക്കണേ. എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ക്രിസ്തു മതത്തിന് ലോകത്തോട് പറയാനുള്ള ആദ്യത്തെ വാചകം, നിന്റെ പാപത്തിന് യേശുവിൽ മോചനമുണ്ട്, മടങ്ങി വരിക. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവിൻ്റെ സുവിശേഷത്തിന് ലോകത്തോട് പറയാനുള്ള ആരംഭവാചകം, നിന്റെ പാപത്തിന് യേശുവിൽ മോചനമുണ്ട്. യേശു പാപം മോചിക്കുന്നവനാണ്. വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. മത്തായി 1:21. ആരാണ് യേശു? മത്തായി 1:21 എടുത്ത് വായിച്ചേ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തിനാണ് യേശു എന്ന് പേരിടുന്നത്? എന്തിനാണ് യേശു എന്ന് പേരിടുന്നത്? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവം രക്ഷിക്കുന്നു എന്നാണ്. ദൈവം രക്ഷിക്കുന്നു. ദൈവം എന്തിൽ നിന്ന് രക്ഷിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പാപത്തിൽ നിന്ന്. മക്കളെ, ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതണം. ഏതെങ്കിലും ഒരു വ്യക്തി, യേശുവിനെ അറിയാത്ത അല്ലെങ്കിൽ മാമോദീസ സ്വീകരിക്കാത്ത ക്രൈസ്തവനല്ലാത്ത ആരെങ്കിലും ഒരാൾ ഈ സമയത്ത് സുവിശേഷം കേൾക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോട് ഞങ്ങൾ സ്നേഹപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ ദൈവപുത്രൻ്റെ പേരാണ് യേശു. യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം, നമ്മുടെ പാപങ്ങൾ അവൻ കഴുകിക്കളയും. അതാണ് അനനിയാസ് സൗളിനോട് പറയുന്നത്, നിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മത്തായി 1:21 ഒരിക്കൽ കൂടെ വായിച്ചേ. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ?
ഇതിൻ്റെ ഗൗരവം നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്നറിയാമോ? ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുന്നത് അന്ത്യവിധിയിലാണ്. അന്ത്യവിധിയിൽ എന്താ സംഭവിക്കുന്നത്? അന്ത്യവിധിയിൽ നമുക്ക് എന്താണ്, നരകമാണോ സ്വർഗമാണോ എന്ന് ദൈവം പ്രഖ്യാപിക്കും. അതാണ് അന്ത്യവിധി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? മരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മരിക്കുമെന്ന്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മുടെ ജീവിതം, എൻ്റെ നിങ്ങളുടെ ജീവിതം കണ്ടാൽ നമ്മൾ ഒരിക്കലും മരിക്കത്തില്ലെന്നാണ് നമ്മുടെ വിചാരം, അല്ലേ? ഒരിക്കലും, അല്ലേ? 100 വയസ്സുള്ള അമ്മച്ചി കൊച്ചുമകനോട് പറയും, മോനെ നിൻ്റെ കാലശേഷം എന്നെ ആര് നോക്കുമെന്നാണ് പറയുന്നത്. 100 വയസ്സുള്ള അമ്മച്ചി 10 വയസ്സുള്ള കൊച്ചിനോട് പറയും. അതായത് മനുഷ്യരുടെ വിചാരം എന്താണ്? നമ്മൾ ഒരിക്കലും മരിക്കില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരിക്കൽ മരിക്കും. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി മനുഷ്യർ അവരുടെ സങ്കടങ്ങളെ പറയുന്നത് പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് മരണം. 40 വയസ്സ്, 35 വയസ്സ്, 15 വയസ്സ്, ഓർക്കാപ്പുറത്ത് മരണം. അപ്പം മരണമുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാതെ ശ്രദ്ധിക്കും. മരണം ഉണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. മരണമുണ്ടെന്ന് മനുഷ്യൻ അംഗീകരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു വിധിയുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? മരണം കഴിഞ്ഞാൽ ഒരു വിധിയുണ്ട്. അതെല്ലാ മക്കളും ഓർത്തിരിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിധിയുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കാൻ ഒരിക്കൽ നമ്മൾ യേശുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരേണ്ടി വരും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് വായിച്ചേ 2 കോരിന്തോസ് 5-ാം അധ്യായം 2 കോരിന്തോസ് 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. 2 കോരിന്തോസ് 5:10 വായിക്കാമോ? എന്തുകൊണ്ടെന്ന് വായിച്ചോ. 2 കോരിന്തോസ് 5:10. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. അതായത് ഇവിടെ വചനം പറയുകയാണ്, ഒരു വിധിയുണ്ട്. അംഗീകരിക്കുന്നുണ്ടോ ഇത്? ഹലോ, അംഗീകരിക്കുന്നുണ്ടോ? എന്താണ്? നമ്മുടെ മരണത്തിന് ശേഷം എന്തുണ്ട്? ഇടിയുണ്ടോ? വിധി. അതായത് മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. മനസ്സിലായോ? വായിച്ചേ ഹെബ്രായർ 6:1-2 വാക്യങ്ങൾ വായിച്ചേ. ഹെബ്രായർ 6:1-2. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമപാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി. കണ്ടോ? വിധി. അങ്ങനെ സംഭവമുണ്ട്. മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. അത് എത്ര പേര് ഹൃദയത്തിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വിധിക്കപ്പെടും. മരിക്കുന്ന സമയത്ത് തന്നെ വിധിക്കപ്പെടും. ഈ ആളെങ്ങോട്ടാ? സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ അതോ ശുദ്ധീകരണ സ്ഥലത്തേക്കാണോ? അപ്പം നമുക്ക് പാപത്തിൻ്റെ ഗൗരവം എന്താണെന്നും പാപം മോചിക്കപ്പെട്ടതിൻ്റെ ഭാഗ്യം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ മരണസമയത്താണ്. ആ സമയത്താണ് ആത്മാവ് കിടന്ന് നിലവിളിക്കാൻ പോകുന്നത്, ദൈവമേ എൻ്റെ പാപം. ഞാൻ പോകുന്നത് എങ്ങോട്ടാണ്? നിത്യവിധിയിലേക്ക്, നിത്യശിക്ഷാവിധിയിലേക്ക് ഞാൻ പോവുകയാണ്. നിത്യ ശിക്ഷയിലേക്കാണ് എൻ്റെ യാത്ര. അത് അന്നേരമാണ് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒന്നും ആർക്കും മനസ്സിലാവില്ല. എനിക്ക്, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം ദൈവവചനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു നിത്യശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോകാതെ, കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു നിത്യശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോകാതെ എപ്പോൾ മരിച്ചാലും നിത്യസമ്മാനത്തിന്, സ്വർഗീയ സമ്മാനത്തിന് നമ്മളെ യോഗ്യരാക്കാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിച്ചേ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 3:16 മുതൽ വായിച്ചേ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തത് മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനും പാപത്തിന് പരിഹാരം ചെയ്യാനുമാണ്. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണ്? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ. വായിച്ചേ, 1 തിമോത്തി 1-ാം അധ്യായം, 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. 1 തിമോത്തി 1:15. എല്ലാവരും എടുത്തേ. 1 തിമോത്തി 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചേ. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. കേൾക്കുന്നുണ്ടോ? കാത് തുറന്ന് കേൾക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവന വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. കണ്ടോ? അപ്പൊ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഉറക്കെ പറയൂ. പാപങ്ങൾ ഏറ്റെടുക്കാനാണ്, പാപത്തിന് പരിഹാരം ചെയ്യാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചേ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അടുത്ത തുറക്ക വായിച്ചേ. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. കണ്ടോ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആമേൻ. ഒന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. നന്നായിട്ട് കരങ്ങളടിച്ചേ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ്? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. യേശു ക്രിസ്തു കർത്താവ് പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാനാണ് ഞാനിതാ വന്നിരിക്കുന്നത്. അപ്പൊ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം പാപമോചനമാണ്. അപ്പോൾ വായിച്ചേ. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അതുകൊണ്ട് യേശു വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. ഒന്ന് വേഗം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവ് വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാനാണ്. അപ്പം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട ഈ ആലയത്തിനകത്ത് നിൽക്കുന്നവരും പുറത്ത് നിൽക്കുന്നവരും ഈ ഓൺലൈനിൽ യൂട്യൂബിൽ ഇതിൽ സംബന്ധിക്കുന്നവരും എല്ലാം നിങ്ങളിപ്പോൾ ആലോചിച്ചോണം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്? വിശ്വസിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. കർത്താവ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ആരുണ്ട്? യേശുണ്ട്. നമ്മുടെ കൂടെ യേശുണ്ട്. ആ യേശു ഇപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം കർത്താവ് പറയാണ്, നീ ഇങ്ങത്താ. എന്തു തരാനാണ് പറയുന്നത്? നിൻ്റെ സങ്കടം തരാനല്ല കർത്താവ് ആദ്യം പറയുന്നത്, നിൻ്റെ പാപം താ. എല്ലാ സങ്കടങ്ങളുടെയും പുറകിൽ എന്തുണ്ട്? പാപമുണ്ട്.
മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പുറകിൽ എന്തുണ്ട്? പാപമുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, ആ പാപം എൻ്റെ കയ്യിലോട്ട് താ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ പാപം ഏറ്റെടുത്തിട്ട് ഞാൻ നിന്നെ നീതീകരിക്കാം, ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം, ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഓഫർ നമ്മൾ സ്വീകരിക്കണം. വേണോ വേണ്ടയോ? ഇത് ഫ്രീ ആയിട്ട് ദൈവം നമുക്ക് തരികയാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ മതി. എന്ത് വിശ്വസിക്കണം? ഞാൻ നിങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി കുരിശിൽ മരിച്ചു. അപ്പം ഞാൻ ഒരു പ്രാർത്ഥന ചൊല്ലിത്തരാം. ഇതൊക്കെ എന്ത് അടിസ്ഥാന കാര്യങ്ങളാണ്, പക്ഷേ ഇത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്, ഇത് ആവശ്യമുണ്ട് ഇപ്പം. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ഉച്ചത്തിലേറ്റ് പറയണം, ആബാ പിതാവേ, പുത്രനായ യേശുവിനെ എന്റെ പാപപരിഹാരത്തിനായി അവിടുന്ന് കുരിശിൽ മരിക്കാൻ ലോകത്തിലേക്ക് അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുന്ന് എന്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, എന്റെ പാപങ്ങളും എന്റെ കഴിവുകേടുകളും എന്റെ ബലഹീനതകളും ഞാനിതാ നിന്റെ കുരിശൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എനിക്ക് പകരമാണ് അവിടുന്ന് കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് പകരക്കാരനായി അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടുവെന്ന് കുരിശിൽ മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്റെ പാപങ്ങൾ ഏറ്റെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ യേശുവിനെ എന്റെ രക്ഷകനായി, എന്റെ നാഥനായി, എന്റെ ദൈവമായി, കർത്താവായി ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയാ. ഉറക്കെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉച്ചത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്താ പറയുന്നത്? എന്താ മനസ്സിലായത്? അതായത് നമ്മൾ കർത്താവ് ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാപം എൻ്റെ ഇല്ലെങ്കിൽ താ. അപ്പോൾ അതുകൊണ്ട് പാപം മോചിക്കപ്പെടാൻ എന്ത് ചെയ്യണം? യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ പറയുകയാണ്, നമ്മൾ ദൈവത്തെ വിളിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ സുവിശേഷകരാണ്, ദൈവവേലക്കാരാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, പള്ളിയിൽ പോകുന്നവരാണ് എന്നെല്ലാം പറയുകയും, കേൾക്കുന്നുണ്ടോ? എന്നെല്ലാം പറയുകയും, നമ്മളിതെല്ലാം പറയുകയും അതേ സമയത്ത് നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ, അന്ധകാരത്തിൽ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നടക്കുകയും ചെയ്താൽ കർത്താവ് വചനം പറയുകയാണ്, നമ്മൾ ദൈവത്തോട് കൂട്ടായ്മയില്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ, നമ്മളീ പാപമുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒത്തിരി പാപം ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്ധകാരത്തിൽ നടക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് താഴെ പറയുന്നത്. മനസ്സിലായോ? വാക്യം 7, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. അപ്പം നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാവാൻ, പ്രകാശത്തിൽ നടക്കാൻ എന്താ വഴി? അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം. മനസ്സിലാവുന്നുണ്ടോ ചേച്ചിക്ക്? അപ്പോൾ അതായത് യേശുവിൻ്റെ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. കാരണം യേശുവാണ് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തത്. യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യം വായിച്ചേ. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത് നമുക്ക് പാപമില്ലെന്ന്, എനിക്കൊരു പാപമില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പാപം ഉണ്ടോ നമ്മളിൽ? ഇഷ്ടംപോലുണ്ട്, ഇഷ്ടംപോലുണ്ട്. എനിക്ക് ഉദാഹരണം പറയാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഇഷ്ടം പോലുണ്ട് പാപം, നമ്മളിലെല്ലാം ഉണ്ട്.
അപ്പം നമ്മൾ പറയണം എനിക്കൊരു പാപവും ഇല്ല, എനിക്ക് കുമ്പസാരിക്കൊന്നും വേണ്ട, എനിക്ക് ഞാൻ നല്ലവളാണ്, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. അടുത്ത വാക്യം ഉറക്കെ വായിച്ച് 9. എന്നാൽ നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പാപങ്ങൾ ഏറ്റു പറയണം. പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ അവൻ എല്ലാ പാപവും ക്ഷമിക്കും. എന്തെങ്കിലും പാപം യേശു ക്ഷമിക്കാത്തതായിട്ടുണ്ടോ? യേശുവിനെ അറിയാത്ത ഏതെങ്കിലും മകനോ മകളോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം, ലോകത്തൊരു പാപവും ഇല്ല യേശു ക്ഷമിക്കാത്തതായി. എല്ലാ പാപവും ക്ഷമിക്കും. അതിനെന്ത് ചെയ്യണം? നാം പാപങ്ങൾ ഏറ്റുപറയണം. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ വാക്യത്തിലേക്ക് പോകാം. ഏതാണ് ആ പഴയ വാക്യം? വിലാപങ്ങൾ 5:21. അങ്ങോട്ട് വാ. വിലാപങ്ങൾ 5:21 നമ്മൾ വായിച്ചു. കർത്താവേ, എന്താ വായിച്ചത്? കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേത്. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ശ്രദ്ധിച്ച എല്ലാവരും. അപ്പം ഇവിടെ പറയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. അപ്പം മടങ്ങി വരണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല. മടങ്ങി വരണമെങ്കിൽ കർത്താവെ നീ വിചാരിക്കണം. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവെ ഞങ്ങൾ മടങ്ങി വരണമെങ്കിൽ ഞങ്ങൾക്ക് അനുതാപത്തിൻ്റെ ആത്മാവിനെ തരണമേ. ഞങ്ങൾ മടങ്ങി വരാൻ കർത്താവെ നീ ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ദൈവമേ, അങ്ങയിലേക്ക് തിരിക്കണമേ. അനുതാപത്തിൻ്റെ ഒരാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് നമ്മൾ നന്നായി ആഗ്രഹിക്കണം. അതായത് നമ്മുടെ മേൽ ദൈവം ഒരു അഭിഷേകം പകരണം. വായിക്കാം, സക്കറിയ പ്രവചനം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. സക്കറിയ പ്രവചനം, അതായത് മത്തായി എന്ന് പുറകോട്ട് മറിച്ചാൽ മതി. മലാക്കി അതിനു മുമ്പ് സക്കറിയ, കണ്ടുപിടിക്കാൻ എളുപ്പം. മത്തായി എടുത്തിട്ട് പുറകോട്ട് മറിക്കുക, മലാക്കി അത് കഴിഞ്ഞാൽ സക്കറിയ പുറകോട്ട്. അപ്പോൾ വായിച്ചേ, സക്കറിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കാമോ? സക്കറിയ 12:7 മുതൽ. ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മഹത്വം യൂദായുടെ മേൽ ഉയരാതിരിക്കേണ്ടതിന് കർത്താവ് ആദ്യം യൂദായുടെ നഗരങ്ങൾക്ക് വിജയം നൽകും. അടുത്ത ഉറക്കെ വായിച്ച്, അന്ന് ജെറുസലേം നിവാസികളെ പരിച കൊണ്ട് മറയ്ക്കും. അവരുടെ ഇടയിലെ ഏറ്റവും ദുർബലനായവൻ അന്ന് ദാവീദിനെ പോലെ ആവും. ദാവീദ് ഭവനം ദൈവത്തെ പോലെ, കർത്താവിൻ്റെ ദൂതനെ പോലെ അവരെ നയിക്കും. അടുത്തത് ഉറക്കെ വായിച്ച്, അന്ന് ഞാൻ ജെറുസലേമിനെതിരെ വരുന്ന സകല ശത്രുക്കളെയും നശിപ്പിക്കും. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ മനസ്സിലായോ? അതായത് ദാവീദ് ഭവനത്തിന് വിജയം നൽകും, അന്ന് ഞാൻ ജെറുസലേമിന് പ്രതാപം നൽകും, നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ ഞാൻ നശിപ്പിക്കും. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യും. വായിച്ച വാക്യം 10, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അതാണ് വായിക്കണേ. അന്ന് ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ എന്തിൻ്റെ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ഇതങ്ങോട്ട് ആഗ്രഹിച്ചു. ഇത് എന്നിലും നിങ്ങളിലും ഇന്ന് സംഭവിക്കണം. ഞാൻ ജെറുസലേം നിവാസികളുടെ മേലും ദാവീദ് ഭവനത്തിൻ്റെ മേലും കൃപ. ആ വാക്കൊന്ന് ഉറക്കെ പറഞ്ഞേ, കൃപ. ഉറക്കെ പറഞ്ഞേ, കൃപ. മനസ്സിലായോ? കഴിവല്ല, കൃപയാണ്. കഴിവല്ല, പറ. അടുത്ത ആളോട് പറ, കഴിവല്ല. അടുത്തിരിക്കുന്ന ആളോട് പറ, കഴിവല്ല, കൃപയാണ്. പറ, കഴിവല്ല, കൃപയാണ്. ഒന്നുറക്കെ പറഞ്ഞേ, കഴിവല്ല, കൃപയാണ്. അപ്പോൾ കൃപയുടെയും പ്രാർത്ഥനയുടെയും, ഞാൻ അന്ന് ജെറുസലേം നിവാസികളുടെ മേലും ദാവീദ് ഭവനത്തിൻ്റെ മേലും കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം എന്ന് പറഞ്ഞാൽ ആത്മാവ്, പരിശുദ്ധാത്മാവ്.
അതാണ് ഈ ബൈബിളിൽ ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റാണ്, ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കൃപയുടെ പരിശുദ്ധാത്മാവിനെ, പ്രാർത്ഥനയുടെ പരിശുദ്ധാത്മാവിനെ ഞാൻ ജെറുസലേം നിവാസികളുടെ മേൽ പകരും. നിങ്ങൾ കേട്ടോ, ഈ ഞാണ്ടൂർ കോണം, ഈ അയുരപ്പാറ, പോത്തങ്കോട്, ഈ പ്രദേശം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ കൃപയുടെയും പ്രാർത്ഥനയുടെയും ആത്മാവിനെ വർഷിക്കും. അപ്പം എന്ത് സംഭവിക്കും? അപ്പം എന്താ സംഭവിക്കുന്നത്? അപ്പോൾ വായിച്ചേ, അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. കണ്ടോ? അപ്പൊ അനുതാപം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? കൃപ. വെറുതെ അനുതാപം ഉണ്ടാവില്ല, കൃപ. അനുതാപം ഉണ്ടാവണമെങ്കിൽ കൃപയുണ്ടാവണം. ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഒരുപാട് മനുഷ്യർ ഒരുപാട് സന്ദർഭങ്ങളിൽ കഠിന കല്ലുപോലെ ഹൃദയമായിരുന്നവർ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് മണിക്കൂറുകൾ മുട്ടുമേൽ നിന്ന് കുമ്പസാരിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഒരു സെക്കൻഡ് നേരം കൊണ്ട് ഒരു കൃപ അങ്ങ് പകരപ്പെടും. അപ്പോൾ അനുതാപം ഉണ്ടാവുകയാണ്, അപ്പോൾ പൊട്ടിക്കരയുകയാണ്, പാപത്തെ ഓർത്ത് വലിയ നിലവിളി ഉണ്ടാവുകയാണ്, ദൈവത്തെ വേദനിപ്പിച്ചതോർത്ത് ദൈവസ്നേഹ ഹൃദയത്തെ നിറഞ്ഞിട്ട് വലിയ നിലവിളി ഉണ്ടാവുകയാണ്. അവർക്ക് പറയാവോ ഹല്ലേലൂയാ? അപ്പോൾ അന്ന് ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ടാണ് വിലാപങ്ങളിൽ പ്രാർത്ഥിച്ചത് 5:21 ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് അങ്ങ് തിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ തിരിച്ചു വരേണ്ടതിന് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ കൃപയുടെ ആത്മാവിനെ വർഷിക്കണമേ. 1 കൊരിന്തോസ് 15:10 1 കൊരിന്തോസ് 15:10 പെട്ടെന്ന് വായിക്കാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എല്ലാവരുടെ അടുത്ത് 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. കണ്ടോ? ഞാനല്ല. എനിക്ക് അനുതാപം തന്നത്, എന്നെ പ്രാർത്ഥിക്കാൻ സഹായിച്ചത്, എനിക്ക് വിശ്വാസം തന്നത്, എനിക്ക് പരിശുദ്ധ കുർബാനയോട് ഭക്തി തന്നത്, എനിക്ക് ജപമാല ചൊല്ലാൻ പ്രേരണ തന്നത്, എനിക്ക് ഉപവസിക്കാൻ ശക്തി തന്നത് എന്താണ്? കഴിവല്ല, കൃപയാണ്. അതാണ്, ആ കൃപയാണ് നമ്മുടെ മേൽ വർഷിക്കപ്പെടേണ്ടത്. എഫേസോസ് 2:8 എഫേസോസ് 2:8 വായിച്ചേ. എഫേസോസ് 2:8 എഫേസോസ് 2:8 ഉറക്കെ വായിച്ചേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. കണ്ടോ? കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പെട്ടെടുത്ത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 1-2 വായിച്ചേ. റോമർ 5:1-2 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ, കണ്ടോ? കൃപ, ഈ കൃപ നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപ. അപ്പൊ ആ കൃപ നമ്മിലേക്ക് വർഷിക്കുന്നത് യേശുവാണ്. വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. യോഹന്നാൻ 1:14 വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. എന്താണ്? കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. കണ്ടോ? കൃപ നിറഞ്ഞ പുത്രൻ, കൃപ നിറഞ്ഞ പുത്രൻ. മനസ്സിലാവുന്നുണ്ടോ? 16 യോഹന്നാൻ 1:16 വായിച്ചേ. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. എന്തെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ യേശു സഹായിക്കണം, യേശു തരണം.
അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദേശത്ത് വലിയ ദൈവപ്രവർത്തികൾ നടക്കണമെങ്കിൽ ദേശം അനുദപിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ദേശം അനുദപിക്കാൻ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് യേശു കൃപ വർഷിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, ദാഹിക്കണം. അതുകൊണ്ടാണ് വിലാപങ്ങൾ 5:21, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണം. ഒന്നൊക്കെ പറഞ്ഞേ, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഒന്നുകൂടെ, കർത്താവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. പിന്നെ രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.